ഗിർ ഗിർ പടം കണ്ടു പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഗിർ ഞാൻ കുറച്ച് ദിവസമായി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു പടം കാണാനായിട്ട്. അപ്പോൾ എന്താണ് പടം എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഒരു സിംഹം ആണ് ഇതിനകത്ത് സിംഹമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പടം അതുകൊണ്ട് തന്നെ ഒന്ന് വെറൈറ്റി ഉണ്ടാവും, കുറച്ച് ഹ്യൂമറൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷ. കാരണം നമുക്ക് ഡെഫിനറ്റായിട്ട് ഹ്യൂമർ തന്നുകൊണ്ടിരിക്കുന്ന സുരാജ് പണ്ട് പഠിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ ഒരു ത്രൂ ഔട്ട് കോമഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ഇതിനകത്തൊരു കോമഡി കഥാപാത്രമല്ല, പുള്ളി കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സൂവിൻ്റെ ഒരു സൂപ്പർവൈസർ അല്ലേ, ആ സൂപ്പർവൈസറായിട്ട് തന്നെ ആണ് ഇതിനകത്ത് വന്നേക്കണേ. പിന്നെ ഒരു ചാക്കോച്ചൻ ചെയ്യുന്ന കഥാപാത്രമാണ് ഇതിനകത്ത് ലീഡായിട്ട് വന്നേക്കണം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം, പുള്ളിയുടെ കുറച്ച് അഫെയർ, അതേപോലെ തന്നെ കുറച്ച് ഫാമിലി പ്രശ്നങ്ങൾ, അങ്ങനെ ചില ഒന്ന് രണ്ട് കാരണങ്ങളാൽ പുള്ളി ഈ സൂവിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ സിംഹത്തിനെ നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ സിംഹമായതുകൊണ്ട് തന്നെ വലിയൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ സിംഹത്തിന് ഇങ്ങനെ കൂട്ടിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പൗണ്ടിലേക്ക് എടുത്ത് ചാടുക അല്ലെങ്കിൽ വന്ന് പെടുക എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങോട്ട് വന്ന് ആ ഒരു കോമ്പൗണ്ടിലേക്ക് വന്ന് പെടുകയാണ്. പിന്നെ അവിടെ സിംഹമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് നമുക്ക് രസമായിട്ട് തോന്നുമെങ്കിലും ക്യാരക്ടേഴ്സിന് അത്ര രസമല്ല. കാരണം കുറച്ച് സീരിയസ് ആയിട്ടാണ് പടം ചെയ്തേക്കണം. കാരണം ഒരു സിംഹത്തിൻ്റെ മടയിലേക്ക് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അത് കറക്റ്റായിട്ട് ഈ പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. സംവിധാനം വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു JR കൃഷ്ണൻ, JK എന്നൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ JR കൃഷ്ണനാണ് അതിനകത്ത് സംവിധാനം വന്നേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനഘ ആണ് എനിക്ക് തോന്നുന്നു ലവ് പെയറായിട്ട് വരുന്നുണ്ട് ചാക്കോച്ചൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു പോകണം, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലൊക്കെ അവിടെയൊക്കെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം. ഒരു ഡീസൻറ്റ് ഫാമിലി സർവൈവൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സർവൈവൽ ത്രില്ലർ ഭയങ്കര വലിയൊരു സ്കെയിലൊക്കെ ആയിട്ട് നിങ്ങൾ അതിനെ കാണരുത്. ഒരു സിംഹത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവും, അതാണ് ഈ പടത്തിനകത്ത് കാണിച്ചേക്കണം. അപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിലേക്കാണ് ഈ ഒരു ഇവൻറ്റിലേക്ക് കയറി വരും. എന്നാൽ നമ്മളൊരു അകപ്പെട്ട് പോണ സംഭവം, അവിടെ ഒരുപാട് നർമ്മങ്ങളുണ്ട്, ഒരുപാട് സീരിയസ് ഉണ്ട്. സിംഹത്തിൻ്റെ അടുത്തുള്ള കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇൻ്റർവ്യൂസിലും അതേപോലെ തന്നെ ന്യൂസിനകത്ത് ആർട്ടിക്കിളിലൊക്കെ വായിച്ചു വെച്ചാൽ സിംഹത്തിനെ ട്രെയിൻ ചെയ്യിച്ച സിംഹത്തിനെ കൊണ്ടൊന്നും അങ്ങനെയൊക്കെയാണ് വായിച്ചേക്കണം, എനിക്കറിയില്ല. പക്ഷേ സിംഹം എന്തായാലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് VFX ആണോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാഫിക്സ് ആണോ, ഇതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ സംഭവം ചെയ്ത് വെച്ചേക്കണം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അറ്റാക്കിങ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായി രസകരമായിട്ടാണ് എടുത്തിട്ടുണ്ട്, ഒരു ഫണ്ണി രീതിയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഡയറക്ഷൻ നൈസായിട്ട് ഡയറക്ടർ, എനിക്ക് ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എസ്രയൊക്കെയാണെന്ന് ചെയ്തേക്കണം, കറക്റ്റ് അറിയില്ല. ഓക്കെ, അവിടെ പടം കാണണോ വേണ്ടേ, അതാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. പടം നൈസായിട്ട് നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ട് നല്ല രീതിയിൽ പ്രത്യേക സാഹചര്യം ഹാൻഡിൽ ചെയ്യുന്ന പടമാണ്. ഒരു സൂവിൽ പെട്ടു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെയാണ് അതിനകത്ത് കോമഡി ആയിട്ട് വരുന്നത്, ഒരു സിംഹത്തിന് മുമ്പ് പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, പ്രത്യേകിച്ച് മദ്യപിച്ചൊക്കെ പെട്ട് കഴിയുമ്പോഴുള്ള ആ ഒരു സംഭവം, അത് നൈസായിട്ടും ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഞാൻ എൻജോയ് ചെയ്തു. എന്തായാലും ഈ ഒരു പടം അത് ഫാമിലിക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടമാകും. പിന്നെ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സുജാതിനൊക്കെ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്യണം, കോമഡിയിൽ നമ്മൾ മിസ് ചെയ്യുന്ന സുജാതി നമുക്ക് ഞാൻ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുന്ന പടമല്ല, സിറ്റുവേഷണലായിട്ട് കോമഡി ചെയ്തു പോകുന്ന പടമാണ്. നല്ലൊരു പടമാണ്. എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇട്ടേക്കാം. ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്